ഏവർക്കും ഷാഹി ഇഫക്റ്റിലേക്ക് സുസ്വാഗതം. കിളികുലം സജീവ് സംവിധാനം ചെയ്ത് നിർമ്മിച്ച ചിത്രമാണ് രുദ്ര. പ്രവാസി മലയാളിയായ സിവിൽ എഞ്ചിനീയറായ നിഷി ഗോവിന്ദ് ആണ് നായിക. രുദ്ര എന്ന സിനിമയുടെ ടീസർ പുറത്തുവിട്ടു. തികച്ചുമൊരു സ്ത്രീപക്ഷ സിനിമയാണ് രുദ്ര. നായിക പ്രാധാന്യമുള്ള കഥ കൂടിയാണ് രുദ്ര എന്ന സിനിമ. സിനിമയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും വിവരിച്ചുകൊണ്ട് നിഷി ഗോവിന്ദും സംവിധായകൻ സജീവും. എൻ്റെ പേര് നിഷി ഗോവിന്ദ്. ആക്ച്വലി ഒരു പ്രവാസി മലയാളിയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ദുബായിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. പ്രതീക്ഷിതമായിട്ട് പറയാൻ പറ്റില്ല. ഒരു 4-5 വർഷം മുമ്പ് ഞാൻ ഫിലിം ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഒന്ന് എത്തി നോക്കി പോകാനേ സാധിച്ചുള്ളൂ. കാരണം സിനിമ എന്നാൽ എല്ലാവർക്കും അറിയാം, ഒരുപാട് നമുക്ക്. പിന്നെ അത് കൂടാതെ തന്നെ ഞാൻ അവിടെ ജോലി ചെയ്യുന്നതുകൊണ്ട് എൻ്റെ കരിയറിൽ അവിടെ വന്നിട്ട് ദുബായിൽ വന്ന് കുറച്ച് ഒരു ഡെവലപ്പ് ആവുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെങ്കിലും എനിക്കൊന്ന് വിട്ടു നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം അപ്രതീക്ഷിതമായിട്ടാണ് സജീവ് സാർ എന്നെ ഈ സിനിമയിലേക്ക് വിളിച്ചത്. ഒരു ഓഫ് ബീറ്റ് വേറൊരു മൂവി എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൾ എനിക്ക് വരുന്നതും. അതുവഴി ഈ ഒരു ക്യാരക്ടറാണ്, കണ്ണകി എന്ന മൂവിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ആളാണ്. പിന്നെ ഒരുപാട് സ്ത്രീപക്ഷ സിനിമകളാണ് ഇദ്ദേഹം എടുത്തത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ അങ്ങോട്ട് തന്നെ പറയുമായിരുന്നു, ഞാൻ ഈ മൂവി ചെയ്യാൻ റെഡിയാണ്. ഇപ്പം ജോലിയിലാണെങ്കിലും കുറച്ച് ഒരു അവധി എടുത്ത് ഞാൻ വന്ന് ചെയ്യായിരുന്നു. അത്രയും ഒരു അഭിനയ സാധ്യത എനിക്ക് തന്നെ ഉണ്ടെന്ന് തോന്നിയൊരു കഥാപാത്രമാണ് അതുണ്ടായിരുന്നത്. പിന്നെ അതെനിക്ക് ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുമോ എന്നായിരുന്നു എൻ്റെ പേടി. അത്രയും എല്ലാ രീതിയിലും ആ ഒരു അത്രയും ബോൾഡായിട്ട് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ അതെങ്ങനെ ഞാൻ ചെയ്യും എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു വന്നപ്പോൾ ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഡയറക്ടർ നന്നായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്തു. പിന്നെ എനിക്ക് കൂടുതലായിട്ടൊന്നും എനിക്ക് ഇതിനെ പറ്റിയൊന്നും അങ്ങനെ സംസാരിക്കാൻ അറിയില്ല. മീൻസ് എൻ്റെ ബാഗിലാണ് ഞാൻ കൺസ്ട്രക്ഷൻ സിവിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എൻ്റെ ഈ സിനിമ എന്നുള്ള ഭയങ്കരമായിട്ട് നമുക്ക് പലർക്കും കലയോടുള്ള ഇഷ്ടം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ഡാൻസറാണ്, അതുകൂടാതെ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പം അതിനോടുള്ള ഇഷ്ടം കൊണ്ട് ചെയ്യുന്നുള്ള ഒരുപാട് സംസാരിക്കുക, അതിനെ പറ്റി എന്തൊക്കെ പറയണം അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ അങ്ങനെ അറിയില്ല. അതുകൊണ്ട് തന്നെ രുദ്രനെ പറ്റി പറയുകയാണെങ്കിൽ രുദ്ര ഒരു അതിജീവനത്തിന്റെ കഥ പറയുന്ന ഒരു ക്യാരക്ടറാണ്. മെയിനായിട്ട് അതിനകത്ത് കുറച്ച് പ്രതിയായിട്ട് ദുരന്തങ്ങൾ അനുഭവിക്കുന്ന കുറച്ച് സമയങ്ങളിലെല്ലാം ഒരു എസ്പെഷ്യലി ഒരു സ്ത്രീ ആവുമ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന കുറേ പ്രശ്നങ്ങളും ഈ ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ ഒരു ഭവിഷ്യത്തും അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് ഡയറക്ടർ സാർ വളരെ ഭംഗിയായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഞാനത് അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിനൊത്ത് ഞാനത് അഭിനയിച്ച് ഫലിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എനിക്ക് കൂടുതലൊന്നും ഇതിനെപ്പറ്റി പറയാനില്ല. ഇനിയെല്ലാം സിനിമ വരുമ്പോൾ എല്ലാ മാധ്യമ പ്രവർത്തകരെ എന്നെ സപ്പോർട്ട് ചെയ്യണം. മുന്നോട്ടും സിനിമയിൽ നല്ലതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എന്നെ കൊണ്ട് സാധിക്കുമ്പോൾ ഞാൻ സിനിമ ഇൻഡസ്ട്രിയിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സിനിമ എനിക്ക് എല്ലാവരുടെയും ഒരു സപ്പോർട്ട് തന്നു. മുന്നോട്ട് എല്ലാവരും സന്തോഷത്തോടു കൂടി ഇത് അംഗീകരിക്കണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. രുദ്രയെയും ഞങ്ങളുടെ ടീമിനെയും എന്നെ സപ്പോർട്ട് ചെയ്യണം ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. നന്ദി, നമസ്കാരം. സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറഞ്ഞല്ലോ. ഈ ഒരു സ്ത്രീപക്ഷ സിനിമയിലേക്ക് എത്താനുള്ള കാരണം പ്രശ്നമായിട്ടാണോ ഒരു സ്ത്രീപക്ഷ സിനിമ എടുക്കാം എന്നുള്ള ഒരു മെന്റാലിറ്റി? പൊതുവെ സിനിമയിൽ നമ്മൾ ഏത് സിനിമ എടുത്താലും സ്ത്രീകൾ അല്ലെ കഥാപാത്രങ്ങൾ ചിലപ്പോൾ കാഴ്ചക്കാരായി മാറും. അപ്പോൾ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.